അപ്പൊ ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഞാൻ ഒന്ന് ഓതിത്തരാം, നിങ്ങൾക്ക് ഓതാം ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا. ഇത്രയാണ്, ചെറിയ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കണം. നൂനു സാക്കിന വ തൻവീൻ വരുന്ന ഭാഗങ്ങൾ മണിക്കേണ്ടത്, വെളിവാക്കേണ്ടത്, അതേപോലെ ഇദ്ഗാം ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. 29-ാം വചനത്തിൽ വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, അവിടെ അഹ് കഴിഞ്ഞിട്ട് സ്വാദാണ്. അഹ്സൈനാഹു, അത് സീനാവരുത്, അഹ്സൈനാഹു എന്നായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ 31-ാം വചനം 32-ാം വചനത്തിലൊക്കെ ഖാഫ് വരുന്നുണ്ട്. ഇന്നലിൽ മുത്തഖീന, മുത്തഖീന. അതേപോലെ ഹദായിക, അവിടെ ആ ഖാഫ് വരുന്നത് ഖാഫിലേക്ക് പോയാൽ അർത്ഥം നന്നായി മാറും. അതൊക്കെ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്കിന്ന് പഠിക്കാനുള്ള ആദ്യത്തെ ആയത്ത് ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ എന്നതാണ്. ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ, അതായത് നരകവാസികളെ പറ്റി പറഞ്ഞു, അവരുടെ സ്വഭാവം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലിത്വാഗീന മആബ, അത് അവർ അതിക്രമകാരികളായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചു. അതേപോലെ കാലങ്ങളോളം അല്ല യുഗങ്ങളോളം അവർ നരകത്തിൽ വസിക്കും എന്ന് പറഞ്ഞു. മാസങ്ങളോ വർഷങ്ങളോ അല്ല, ഒരു വലിയ കാലം. അതേപോലെ അവർക്ക് ഒരിക്കലും അവിടെ ഒരു സുഖകരമായ ഒരു അനുഭവം നരകത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അവർക്ക് കിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. അവർക്ക് കുടിക്കാൻ കിട്ടുന്നത് കാര്യങ്ങൾ ഹമീമാണ്, ഗസാക്കാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതിര് കടന്ന ഒരു ശിക്ഷയെ അല്ലാതെ അവർ ചെയ്ത തെറ്റുകൾക്കുള്ള അനുയോജ്യമായ ഒരു ശിക്ഷയാണ് അള്ളാഹു അവർക്ക് കൊടുത്തതെന്നാണ്. ഇനി ആ നരകവാസികളുടെ സ്വഭാവങ്ങൾ, എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പതിച്ചത് എന്ന് അള്ളാഹു ഈ ഭാഗത്ത് കുറച്ചുകൂടി വിശദമായി പറയുന്നു. അതിലൊന്ന് ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ. ഇന്നഹും എന്നാണ്, ഇന്നഹും ബഹുവചനമാണ്. ഇന്നഹു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൻ അല്ലെങ്കിൽ അത് എന്നൊക്കെ വരും. ഇന്നഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൾ എന്ന അർത്ഥത്തിൽ വരും. ഇവിടെ ഇന്നഹും എന്നാണ്. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ, തീർച്ചയായും അവർ, ആ നരകത്തിനർഹരായ ആളുകൾ, കാനു അവർ ആയിരുന്നു, ലാ യർജൂന അവർ പ്രതീക്ഷിക്കാത്തവരായിരുന്നു. എന്തിനെ? ഹിസാബ്, ഹിസാബൻ വിചാരണയെ, കണക്ക് നോക്കലിനെ. അവർ വിചാരണയെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു. അപ്പോൾ ലാ യർജൂന എന്നാണ്. ലാ യർജൂന, റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചു എന്നാണ്. റജ
യർജു റജാഅൻ. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഖൗഫും റജാവും എന്ന് നമ്മൾ പറയും, ഭയവും പ്രതീക്ഷയും. അള്ളാഹുവിനെ പറ്റി ഭയമുണ്ടാവണം, പ്രതീക്ഷയുണ്ടാവണം. അപ്പൊ റജാ എന്നാണ്. റാജി അല്ലെ റാജിൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവൻ എന്നാണ്. അതിന്റെ ഇസ്മു ഫായിൽ രൂപമാണ്. അപ്പൊ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, തീർച്ചയായും ആ നരകത്തിൽ പോകേണ്ട ആളുകൾ അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അടുത്തത് അള്ളാഹു പറഞ്ഞത് വകസ്സബൂ ബി ആയാത്തിന കിസ്സാബ. വകസ്സബൂ, അവർ വ്യാജമാക്കുകയും ചെയ്തു. കസബു എന്നല്ല, കളവ് പറഞ്ഞു എന്നല്ല, കസബു എന്നാണ്. പൂർണ്ണമായും തള്ളിക്കളയുക, വ്യാജമാക്കുക എന്നൊക്കെയാണ് കസബയുടെ അർത്ഥം. അപ്പൊ കസബു, അവർ വ്യാജമാക്കുകയും ചെയ്തു, ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. എങ്ങനെ? കിസാബൻ, അത് വീണ്ടും അള്ളാഹു പറയാണ്, ഒരു വ്യാജമാക്കൽ, ഒരു വലിയ വ്യാജമാക്കൽ. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങളെ അല്ലെ നമ്മുടെ ആയത്തുകളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കുകയും ചെയ്തു. ഇതാണ് അവർ നരകത്തിൽ പോകാൻ കാരണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളെ, ആയത്തുകളെ അവർ ഒരു നിലയ്ക്കും മുഖവിലക്കെടുത്തില്ല. അവർ അതിനെ പരിഗണിച്ചില്ല. അതായിരുന്നു നരകത്തിന് അവർ അർഹരാകാൻ കാരണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ രണ്ടായത്തുകൾ ഉണ്ടല്ലോ, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഐ ലാ യഖാഫൂന ഹിസാബൻ, ഐ മുഹാസബത്തൻ അല അമാലിഹിം. തങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത ഓരോ കാര്യങ്ങളും അള്ളാഹു എണ്ണി എണ്ണി അവിടെ പരലോകത്ത് ചോദിക്കും എന്ന യാതൊരു ബോധവും ഇല്ലാതെ ജീവിച്ചവരാണവർ. അതേപോലെ പറയപ്പെടുന്ന മറ്റൊരു വിശദീകരണം ഇതാണ്, ലാ യർജൂന സവാബ ഹിസാബിൻ. അതായത് വിചാരണ ഉണ്ടാകും, അതിന് പ്രതിഫലം ഇന്ന ഇന്ന രൂപത്തിലാണ് എന്നൊക്കെ അള്ളാഹു മുൻകൂട്ടി വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയും യാതൊരു പ്രതീക്ഷയും അവർക്കില്ലായിരുന്നു. അതൊക്കെ വെറും കള്ളത്തരങ്ങളാണ്, അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു. അങ്ങനെ വ്യാഖ്യാനങ്ങളാണ്. അതുപോലെ തന്നെ ലാ യുഅ്മിനൂന ബിൽ ബാസ്, പരലോക ജീവിതത്തിൽ യാതൊരു വിശ്വാസവും അവർക്കില്ലായിരുന്നു. അതുപോലെ വകസ്സബൂ ബി ആയാത്തിന കിസ്സാബ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയത്തുകളെ അവർ വ്യാജമാക്കി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ കൊണ്ടുവന്നതിനെ എല്ലാം അവർ വ്യാജമാക്കി. അതുപോലെ അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചു കൊടുത്തതിനെ മുഴുവനും അവർ വ്യാജമാക്കി എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ വ്യാജമാക്കുന്നവരല്ല. പരലോക വിചാരണയെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തവരുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹു പറഞ്ഞതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ആയത്തുകളെ സത്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ജീവിതം അത് അനുയോജ്യമായ രൂപത്തിലാണോ? അതായത് നമുക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ വിചാരണ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഖുർആനിലെ ആയത്തുകളെ നമ്മളാരും സത്യപ്പെടുത്തുന്നില്ല, പക്ഷെ പിന്നെ അസത്യപ്പെടുത്തുന്നില്ല. നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞതുപോലെ ഒരു വിചാരണയെ അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? ആ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങുന്നുണ്ടോ? സ്വഹാബികളൊക്കെ ഒരുങ്ങിയതുപോലെ നമുക്കൊരു പരിധിവരെയെങ്കിലും മനസ്സുകൊണ്ട്, കർമ്മം കൊണ്ട് ഒരുങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. അതല്ലാതെ ഈ ആയത്തിൽ പറഞ്ഞ ആളുകളൊന്നും നമ്മളല്ലല്ലോ, അതുകൊണ്ട് നമ്മളെ പറ്റിയല്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതില്ല. ഇത് ശരിക്കും നിഷേധികളായ ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും തീർച്ചയായും പരലോക ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ വചനങ്ങളെ പൂർണ്ണമായും സത്യപ്പെടുത്തി അമൽ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. 29-ാമത്തെ വചനം ഇതാണ്, വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ. വകുല്ല ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അല്ലെങ്കിൽ എല്ലാ വസ്തുവും. ഷെയ് എന്ന് പറഞ്ഞാൽ അല്പം, കുറച്ച് എന്നൊക്കെ അർത്ഥമുണ്ട്. വസ്തു എന്നർത്ഥമുണ്ട്, കാര്യം എന്നർത്ഥമുണ്ട്. പല അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അപ്പോൾ എല്ലാ കാര്യവും, എല്ലാ വസ്തുവും, അഹ്സൈനാഹു അതിനെ നാം കണക്കാക്കിയിട്ടുണ്ട്, തിട്ടപ്പെടുത്തിയിട്ടുണ്ട്.
അഹ്സ്വ എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തി എന്നാണ്. അഹ്സ്വ യുഹ്സി ഇഹ്സ്വ. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഹദീസിൽ ഈ പദം വരുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഇഹ്സ്വാ ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമായി എന്നൊരു ഹദീസുണ്ട്. അവിടെ ഇഹ്സ്വാ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ നാമങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി അത് ബൈഹാട്ടാക്കി അതിൻ്റെ അർത്ഥം പഠിച്ച് അതനുസരിച്ച് അമല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുല്ല ഷൈഇൻ അഹ്സൈനാഹു, എല്ലാ കാര്യവും നാം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കിതാബൻ, ഒരു എഴുത്തായി, രേഖയായി എന്നൊക്കെ അർത്ഥം. അപ്പൊ അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് വെറുതെ അല്ല, എങ്ങനെയെങ്കിലും അല്ല, മറിച്ച് രേഖാപരമായി അള്ളാഹു കാര്യങ്ങളെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഈ അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ആയത്തിന് 2 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, കിതാബുൻ ഫി ലൗഹിൽ മഹ്ഫൂൽ, അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യും, എപ്പോൾ മരിക്കും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ജനിക്കും മുമ്പേ എഴുതി വെച്ചിട്ടുള്ള ആ രേഖ, ലൗഹുൽ മഹ്ഫൂലിലുള്ള ആ രേഖയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഉള്ള ഒരു വ്യാഖ്യാനം കിതാബുൽ അമൽ, നമ്മൾ ചെയ്യുന്ന കർമ്മരേഖ, മലക്കുകൾ എഴുതി വെക്കുന്ന മലക്കുകൾ നമുക്കറിയാലോ, നമ്മൾ മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ മനുഷ്യരുടെയും അടുത്ത് ഈ 2 മലക്കുകളുണ്ട്. നന്മയും തിന്മയും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവർ ഓരോ ആഴ്ചകളിലും അല്ലേ, ഓരോ ദിവസവും ഓരോ ആഴ്ചയും അതേപോലെ ഒരു വർഷത്തിലൊന്നായി ഒക്കെ അള്ളാഹുവിലേക്ക് കർമ്മങ്ങളെ സമർപ്പിക്കുന്നുണ്ട്. അപ്പം മലക്കുകൾ എഴുതി വെക്കുന്ന ആ രേഖയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും, അതല്ല ലൗഹുൽ മഹ്ഫൂദിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രേഖയാണ് എന്നും 2 വ്യാഖ്യാനം വന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവിടെ ഈ പ്രത്യേകിച്ച് നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്, അതിൻ്റെ സ്വഭാവങ്ങളും അതിൽ പോകാനുള്ള കാരണങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും കർമ്മരേഖയാകാനാണ് സാധ്യത. എന്നിട്ട് റബ്ബ് പറയുന്നു 30-ാം വചനത്തിലൂടെ, ഫസൂഖൂ ഫലൻ നസീദക്കും ഇല്ല അദാബ. ഫസൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോ, രുചിച്ചോ, ഫലൻ നസീദക്കും, നാം നിങ്ങൾക്ക് കൂട്ടിത്തരികയില്ല, വർദ്ധിപ്പിച്ചു തരികയില്ല, ഇല്ല അദാബൻ, എന്തല്ലാതെ, ശിക്ഷയല്ലാതെ. ഫസൂഖൂ ഫലൻ നസീദക്കും ഇല്ല അദാബ. അപ്പോൾ അക്രമം ചെയ്ത ആളുകളെ, ളുൽമ് ചെയ്തവരെ, ഇനി നിങ്ങൾക്ക് ഈ ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരികയില്ല, അതുകൊണ്ട് നിങ്ങൾ നന്നായി ആസ്വദിച്ചോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാസ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസൂഖു എന്ന് പറഞ്ഞാൽ ദാക്ക എന്നതാണ് ക്രിയ. ദാക്ക യദൂഖു ദൗക്ക്. ദൗക്ക് എന്ന് പറഞ്ഞാൽ രുചി, ടേസ്റ്റ് എന്നൊക്കെ പറയും. ത്വഅം എന്നും പറയും. അപ്പം ഫദൂഖു, ദുഖ് എന്നാണ് അതിൻ്റെ കൽപ്പനാ രൂപം. ദാക്ക അതിൻ്റെ കൽപ്പന അംറ് ഫീൽ ദുഖ് എന്നാണ്. ദുഖ്, ദൂക്ക, ദൂക്കു, ദൂക്കു, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. ഫലൻ നസീദക്കുമില്ല അദാബ, ശിക്ഷയല്ലാതെ നാം ഒരിക്കലും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയില്ല. പൊതുവെ ആദ്യം കഠിനമായ ശിക്ഷയാണെങ്കിലും പിന്നീട് അത് ലഘുവായി വരിക എന്നതാണ് പൊതുവെ ഉള്ള ശിക്ഷാ രീതി എന്ന് പറയുന്നത്. അപ്പോ എന്നാൽ അള്ളാഹു പറയുന്ന നരകത്തിൽ അങ്ങനെയല്ല, നരകത്തിൽ ശിക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, കുറയല്ല ചെയ്യുന്നതെന്നുള്ളതാണ്. അബൂ ബറസത്ത റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു. തഫ്സീർ ഇബ്നു കസീറിൽ ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്. സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അശദ്ദി ആയത്തിൻ ഫിൽ ഖുർആൻ, അതായത് ഖുർആനിൽ ഏറ്റവും കാഠിന്യമേറിയ ആയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്ത് ഏതാണ് നബി എന്ന് ചോദിച്ചു. നമുക്ക് ഏറ്റവും കാഠിന്യമുണ്ടാക്കുന്ന, ഏറ്റവും കഠിനമായ ആയത്ത് എന്ന് പറയപ്പെടുന്ന ആയത്ത് ഏതാണ് എന്ന് അബൂ ബറസ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹില്ലായ, ഈ ആയത്താണ് ഖുർആനിലെ ഏറ്റവും അശദ്ദു ആയത്ത് എന്നറിയപ്പെടുന്ന ആയത്ത് എന്ന് പറഞ്ഞു. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാ 4-ാമത്തെ സൂറത്തിലെ 56-ാമത്തെ ആയത്തിൽ ഇതിന് സമാനമായ കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? ഐ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ,
അതായത് ഈ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ തൊലി എന്ന് പറയുന്നത് നല്ല കനം ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ തൊലി പോലെയല്ല, അത് ഒരുപാട് കനം ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് അള്ളാഹു അങ്ങനെ തൊലി പിന്നെ കനത്തിൽ കൊടുത്തിരിക്കുന്നത്? അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ തൊലി അഗ്നിയിൽ കിടന്ന് അതിങ്ങനെ ഉരുകി പോകുമ്പോഴേക്കും അവർക്ക് വീണ്ടും അള്ളാഹു എന്ത് ചെയ്യും? തൊലികൾ മാറ്റി നൽകും. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർ ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയെന്ന്. അപ്പൊ ആ പറഞ്ഞതുപോലെയാണ് ഇവിടെ അള്ളാഹു പറഞ്ഞ എന്ത്? ശിക്ഷ കുറയുകയല്ല, ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ, നാം എന്ത് ചെയ്യും? ശിക്ഷ തരും. ആ ശിക്ഷ അവർക്ക് ഇങ്ങനെ കൂടി 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 പോയിക്കൊണ്ടിരിക്കും, കുറയുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഖുർആനിലെ ഏറ്റവും കഠിനമായത് എന്ന് പറയപ്പെടാവുന്ന ആയത്ത് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദ്യത്തിന് മറുപടിയായി പറയുകയുണ്ടായി. അപ്പൊ ഇത്രയും വരെ നരകവാസികളെ പറ്റിയും അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളെ പറ്റിയും അവർക്ക് അങ്ങനെയുള്ള ഒരു ശിക്ഷ കിട്ടാനുള്ള കാരണത്തെ പറ്റിയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ടുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹു സ്വർഗവാസികളാകുന്ന ആളുകൾക്ക്, തഖ്വ കാത്തു സൂക്ഷിച്ച് സ്വർഗം നേടിയെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗാനുഭവങ്ങളും അവർക്ക് ലഭിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഏതാനും കാര്യങ്ങൾ ഇവിടെ എണ്ണി പറയുന്നുണ്ട്. അപ്പൊ അതിൽ അള്ളാഹു തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകൾക്ക് എന്തുണ്ട്? മഫാസ് ഉണ്ട്. മഫാസ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. ഫൗസ് എന്നും പറയും. നമ്മൾ വിജയി എന്നതിന് എന്ത് പറയാറുണ്ട്? ഫായിസ് എന്ന് പറയും. ഫായിസ്. ഫായിസ് എന്ന് പറഞ്ഞാൽ ജേതാവ് എന്നാണ് അർത്ഥം. ഫാസ എന്നതാണ് അതിന്റെ ക്രിയ. ഫാസ യഫൂസു, ഫൗസ്. അതുപോലെ മഫാസ്, ഫാസ. ഫാസ എന്ന് പറഞ്ഞാൽ പാസ്, പിന്നെ വിജയിച്ചു, നേടി. അപ്പം മഫാസ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പൊ തീർച്ചയായും മുത്തക്കീങ്ങളായ ആളുകൾക്ക് വിജയമുണ്ട്, അതല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ സ്ഥലമുണ്ട് എന്നും അർത്ഥം പറയാം. മുത്തക്കീങ്ങളായ ആളുകൾക്ക് വിജയമുണ്ട് അള്ളാഹു പറയാണ്. എന്താണ് അള്ളാഹു അവർക്ക് അവിടെ കൊടുക്കുന്നത്? ഹദായിക വ അനാബ. ഹദായിക വ അനാബ. ഹദായിക എന്ന് പറഞ്ഞാൽ തോപ്പുകൾ എന്നർത്ഥാണ്. ഹദീക പാർക്കിന് പറയും. അപ്പം ചെടികളും മരങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ തോട്ടങ്ങൾക്ക്, പൂന്തോപ്പുകൾക്ക് ഹദീക എന്ന് പറയും. അതേപോലെ തന്നെ അറബിയിൽ ഈ സൂ, മൃഗശാലയ്ക്ക് പറയുന്നത് ഹദീഖത്തുൽ ഹയവാനാത്ത് എന്നാണ്. മൃഗങ്ങളുടെ പിന്നെ തോട്ടം എന്ന അർത്ഥത്തിൽ സൂ എന്നതിന് അറബിയിൽ പറയുക ഹദീഖത്തുൽ ഹയവാനാത്ത് എന്നാണ്. അപ്പൊ ഹദീഖ എന്നതിന്റെ ജം ആണ് ഹദായിക്ക്. അപ്പൊ ഹദായിക വ അനാബ, അള്ളാഹു പറയാണ് സ്വർഗത്തിൽ തോട്ടങ്ങൾ ഉണ്ടാകും. വ അനാബ, മുന്തിരിവള്ളികളും ഉണ്ടാകും. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് മുന്തിരി എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ടാകും. ഇനബ് എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ്, അതിന്റെ ജം ആണ് അനാബ്. ഇനബ്, അനാബ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തക്കീങ്ങളായ ആളുകൾക്ക് വിജയം നാളെ ഉണ്ട്, സ്വർഗം അവർക്കുണ്ട്. മഫാസ് എന്ന് പറഞ്ഞാൽ അൽ ജന്നയാണ്. അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിനുശേഷം ആദ്യം പറഞ്ഞത് ഹദായിക വ അനാബ, അവർക്ക് പിന്നെ ഇടതിങ്ങിയ തോട്ടങ്ങളും മുന്തിരിവള്ളികളും ഉണ്ട് എന്നുള്ളതാണ്. അറബികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറഞ്ഞത്. അറബികൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമുക്കറിയാം ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നതാണ്. അതേപോലെ തന്നെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടം, അല്ലേ? സ്വർഗത്തെ പറ്റി പറയുന്നത് എപ്പോഴും അതിൽ പച്ചപ്പായിരിക്കും എന്നാണ്. ഒരാൾ 100 വർഷം നടന്നാലും സ്വർഗത്തിലൊരു മരമുണ്ടെന്നും ഒരാൾ 100 വർഷം നടന്നാലും അതിൻ്റെ തണൽ വിട്ടുകിടക്കുകയില്ല എന്നും പറയുമ്പം എന്തായിരിക്കും സ്വർഗവും സ്വർഗത്തിലെ തരത്തിലുള്ള മരങ്ങളും തോട്ടങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്, നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള മനസ്സിന് കുളിർമയേകുന്ന, സന്തോഷമേകുന്ന ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളുമാണ് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ ഒരു 2-3 ദിവസം കഴിച്ചാൽ നമുക്കത് മടുക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം, ഒരു വിനോദസഞ്ചാര കേന്ദ്രം 2-3 തവണ പോയി കഴിയുമ്പോൾ ഇനി അവിടെ പോകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് മടുക്കും. അങ്ങനെ എന്താണെങ്കിലും, ഇവിടെയുള്ള എന്താണെങ്കിലും നമുക്കൊരു മടുപ്പുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട്
അത് ഉപയോഗിക്കുമ്പോൾ അതൊരു ഭക്ഷണമാവട്ടെ, അതൊരു വസ്ത്രമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാകട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, മിക്കവാറും എല്ലാം തന്നെ അങ്ങനെയാണ്. എന്നാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മടുപ്പുണ്ടാവില്ല എന്നാണ്. കാരണം എന്താ? സ്വർഗത്തിലേക്ക് ഒരാൾ ഇറങ്ങുമ്പോൾ, അയാൾ നടക്കുമ്പോൾ, അയാൾ ഇരിക്കുമ്പോൾ, അയാൾക്ക് അന്ന് കിട്ടുന്ന അനുഭവം അല്ല പിറ്റേന്ന് കിട്ടുക. എല്ലാം അള്ളാഹു മാറ്റിയിട്ടുണ്ടാവും. അതായത് സ്വർഗത്തിൽ എപ്പോഴും പുതുമകളായിരിക്കും എന്നുള്ളതാണ്. ഒരു മരത്തിൽ നിന്നൊരു പഴം കഴിച്ച് രണ്ടാമത് അതിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന പഴം പോലും അള്ളാഹു അതിന്റെ രുചിയെ മാറ്റി വേറൊരു രുചിയാക്കിയിട്ടുണ്ടാകും. അത്രമാത്രം പുതുമകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഓരോ കാര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കും. സ്വർഗത്തിലെ അനുഭവങ്ങൾ പറയുമ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ സൂക്കുകളുണ്ട്, അങ്ങാടികളുണ്ട്. അപ്പം പിന്നെ ഒരു പുരുഷൻ ആ അങ്ങാടിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ പുരുഷൻ സ്ത്രീയെ നോക്കി, ഇണയെ നോക്കി പറയും, ഞാൻ പോകുമ്പോഴുള്ള സൗന്ദര്യമല്ലല്ലോ നിനക്ക്, എത്രയോ നിനക്ക് കൂടിയിരിക്കുന്നു. അപ്പോൾ ആ പിന്നെ ഇണ തന്റെ ഭർത്താവിനെ നോക്കി പറയും, നിങ്ങൾ പോകുമ്പോഴുള്ള ഒരു അവസ്ഥയല്ലല്ലോ, നിങ്ങളുടെ സൗന്ദര്യവും അള്ളാഹു എത്രയോ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ തുടങ്ങി സുഖങ്ങളിലുള്ള വർധനവും വ്യത്യസ്തതയുമാണ് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്നത്. എങ്കിൽ നരകത്തിലോ അവിടെ ശിക്ഷയുടെ വർധനവാണ് അള്ളാഹു നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തഖീങ്ങളായ ആളുകൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ എന്താണ്? ഇന്നൽ മുത്തഖീന മഫാസ ഹദായിക വ അനാബ. അതിനുശേഷം വകവാഇബ അത്റാബ വകഅസൻ ദിഹാക. വകവാഇബ സ്ഥനം തുടിച്ച തരുണികളും, അത്റാബ സമപ്രായക്കാരായവരും, ഇണയൊത്തവരും. തിർബ് എന്നതിന്റെ ജം ആണ് അത്റാബ്. അതുപോലെ കായിബത്ത് എന്നതിന്റെ ജം ആണ് കവായിബ്. വകഅസൻ ദിഹാക, നിറഞ്ഞ കോപ്പകളും അവിടെയുണ്ട്. കഅസ് എന്ന് പറഞ്ഞാൽ കോപ്പ്, കൂജ എന്നൊക്കെയുള്ള അർത്ഥമാണ്. കഅസ്, കുഊസ് എന്ന് പറയും. മറ്റേ കഅസുൽ ആലം, വേൾഡ് കപ്പ് എന്ന അറബിയിൽ പറയും, കഅസുൽ ആലം എന്ന് പറയും. അപ്പൊ കള്ളിന്റെ, മദ്യത്തിന്റെ കോപ്പയും. എങ്ങനെയുള്ള? ദിഹാക്ക എന്ന് പറഞ്ഞാൽ നിറഞ്ഞത് എന്ന അർത്ഥത്തിലാണ്. നിറഞ്ഞ മദ്യത്തിന്റെ കോപ്പകളും. അപ്പൊ ഇവിടെ മദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് മദ്യത്തിന്റെ അരുവികൾ പോലും നാളെ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആളുകൾ കുടിക്കുന്ന അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മദ്യമല്ല അത് എന്നതാണ്. ഇവിടെ നമുക്കറിയാം മദ്യം എന്ന് പറയുന്ന അങ്ങേറ്റം അത് മൂക്കുപൊത്തി ആളുകൾ കുടിക്കുക, അതിനൊരു ദുർഗന്ധമാണ്. അത് കുടിച്ചാൽ തലവേദനിക്കും, അത് കുടിച്ചാൽ വയറുവേദനിക്കും, അതേപോലെ തന്നെ ശരീരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നമ്മുടെ ഓർമ്മ മാറിപ്പോകും, നമ്മുടെ ഓർമ്മയിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതും ഇതുമെല്ലാം വിളിച്ചു പറയും, സ്വബോധം നഷ്ടപ്പെട്ട് തലയ്ക്ക് പിടിച്ച് ലഹരി പിടിച്ച്. എന്നാൽ സ്വർഗത്തിലെ മദ്യത്തെ പറ്റി പറയുന്നത് അതിന് സുഗന്ധമാണ്, അത് കുടിച്ചാൽ അവർക്ക് തലവേദനിക്കുകയില്ല, അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല, അനാവശ്യങ്ങൾ അവർ വിളിച്ചു പറയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള മദ്യമാണ് അള്ളാഹു സ്വർഗത്തിൽ നൽകുക. ഒരു വിശിഷ്ട പാനീയമായിട്ടാണ് അള്ളാഹു അതിനെ അവിടെ നൽകുന്നതെന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ആയത്തുകളിലൂടെ. സ്വർഗത്തെ പറ്റിയും അതിലെ സുഖങ്ങളെ പറ്റിയും ആനന്ദങ്ങളെ പറ്റിയും പറയുമ്പോൾ, അള്ളാഹുവെ ഇതെല്ലാം നീ എനിക്ക് തരണേ എന്നും ആ സ്വർഗത്തിന് എന്നെയും നീ അർഹനാക്കി മാറ്റണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ്, ഒരു വടി വെക്കാനുള്ള ഒരിടം, ഒരു കയറ്, ചാട്ടവാറല്ലേ, അത് വെക്കാനുള്ള ഒരു ഇടം കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് സ്വർഗത്തില് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നടക്കണ്ട, പോകണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ സ്വർഗത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, അപ്പൊ 100 വർഷം നടന്നാലും വിട്ടുകിടക്കാത്ത തണലുള്ള ഒരു മരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള ഓരോ കാര്യങ്ങളും അതിലൂടെ നടക്കും, ഓടും, ഉലാത്തും, ആസ്വദിക്കും, ആനന്ദിക്കും, അല്ലേ? അവിടെ പുഴകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിലൂടെ ഇങ്ങനെ ഒന്നും വേണ്ട, ഒരു എന്താ പറയാ, ഒന്ന് നേരെ ചൊവ്വേ നിവർന്ന് കിടക്കാനുള്ള ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. ഒരു ചാട്ടവാറ എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ ഒരു സ്ഥലം. അപ്പൊ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് എന്ന് പറയുമ്പോൾ എത്ര വലുതാണ്, അല്ലെങ്കിൽ എത്രമാത്രം അചിന്തനീയമാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്ര അപ്പുറമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വർഗത്തിന് വേണ്ടി
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അള്ളാഹുവെ സ്വർഗത്തെ നിന്നോട് ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു എന്ന് തുടങ്ങുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം എന്നുള്ള പ്രാർത്ഥന, അതുപോലെ സ്വർഗം ചോദിച്ചുകൊണ്ടും നരകമോചനത്തെ തേടിക്കൊണ്ടുമുള്ള ഒരുപാട് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അതുപോലെ അള്ളാഹു ഇവിടെ പറഞ്ഞ അള്ളാഹു പിന്നെ സ്വർഗം നൽകുന്നത് തഖ്വ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ആളുകൾക്കാണെന്ന് പറഞ്ഞു. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഖുർആനിലെ ഒരായത്താണ്. അതായത് അള്ളാഹു ഏറ്റവും നല്ല പര്യവസാനം കൊടുക്കുന്നത് മുത്തഖീങ്ങൾക്കായിരിക്കും. അതായത് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത, അത് സംസാരത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, ഇടപാടുകളിലാവട്ടെ, കുടുംബ ജീവിതത്തിലാവട്ടെ, ബന്ധങ്ങളിലാവട്ടെ, എല്ലാ രംഗത്തും പരമാവധി തഖ്വ, സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും നല്ല ഈമാനുള്ള ഒരു മടക്കം നൽകുക എന്നുള്ളതാണ്. അപ്പം ആ മടക്കത്തിന് വേണ്ടിയാവണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും. അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആ സ്വർഗത്തിന്റെ ആളായി തീരാൻ അതും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക, തേടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതുവരെ 36 അല്ലേ 34 ആയത്തുകളാണ് നമ്മൾ ഇന്ന് എടുത്തത്. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ എടുത്ത് പൂർത്തീകരിച്ച് നമ്മൾ ഇൻഷാ അള്ളാഹ് പരീക്ഷ അതിൻ്റെ അടുത്ത ആഴ്ച നടത്തും. ഒരല്പം ദീർഘിച്ചു പോയിട്ടുണ്ട്. 4 സൂറത്തുകളായപ്പോൾ നമുക്ക് പരീക്ഷ നടത്തിയിട്ട് ഏകദേശം ഒരു 5 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, റബ്ബിനോട് എപ്പോഴും സ്വർഗത്തെ തേടിക്കൊണ്ടിരിക്കുക, ഒപ്പം നരകമോചനവും ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സ്വർഗത്തിന്റെ ആളുകളായി നാളെ ഒത്തുചേരാൻ നമുക്കെല്ലാം മഹാഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.